ഹേയ് ഡിയർ, ഒരു ചെറിയ ട്രിപ്പ് പോയാലോ? പോകുന്നത് അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലേക്കാണ്. അപ്പോൾ എങ്ങനെയാ പോവല്ലേ? അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെറുതായിട്ട് പാലാ റൂട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിയായപ്പോൾ പുറപ്പെട്ടതാണ്. ഒരു 1:30, 1:45 ഒക്കെ ആയപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഇത് പാലാ റൂട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം കടുത്തുരുത്തിയിൽ നിന്ന് പാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് അനന്തു റെസ്റ്റോറൻ്റ് കേട്ടോ. ഒരു കുഞ്ഞു കടയാണ്, കിടുക്കാച്ചി ചോറും അതിലും അടിപൊളി മുറുക്കുമായിരുന്നു കേട്ടോ. അവിടുന്ന് വീണ്ടും യാത്ര പുറപ്പെട്ടു. നമുക്ക് അങ്ങ് പാലാ വരെ എത്തണ്ടേ, പാലായിലും പോകണം, കാഞ്ഞിരപ്പള്ളിയിലും പോകണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഞാൻ ഒരു വർഷം എൻ്റെ കസർത്ത് നടത്തിയ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്ന സമയത്ത് താമസിച്ചിരുന്ന വീട്ടിലേക്കുള്ള വഴി ഇതായിരുന്നു കേട്ടോ, എൻ്റെ ഹോസ്റ്റൽ. ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സീ ദാറ്റ്. അപ്പോൾ ഇതുവഴിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കാക്കു അതുവഴി കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ അതും കണ്ട് ചെറിയ നൊക്ലാച്ചിയൊക്കെ അയവറുത്ത് ഇത്രയും പച്ച നിറച്ചും വെള്ളമുള്ള ആ കരിക്കും കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന ടീ കടയിൽ ഞങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാഞ്ഞിരപ്പള്ളി പോയി തിരിച്ച് വരുന്ന വഴിക്ക് കൃത്യം അവിടെ കയറി ചായയും പഴംപൊരിയും കഴിക്കാമെന്നും പറഞ്ഞ്. അതുവരെ ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഈ ചേട്ടനും അനിയനും കൂടെ ചെയ്തെടുത്തതാണ് ഈ എൻറ്റയർ സ്പേസ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടല്ലേ, നല്ല കോൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ അവരുടെ. ആൻഡ് അതിലും അടിപൊളി നല്ല ചായയായിരുന്നു. കടികൾക്കൊക്കെ കുറച്ച് ചൂടാകാമായിരുന്നു എന്നൊരു അഭിപ്രായം ഒഴിച്ചാൽ ബാക്കിയെല്ലാം സൂപ്പർ. ചെറിയൊരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് വൈകുന്നേരം എത്രയും നമ്മൾ ആ സ്കൂട്ടറിൽ സഞ്ചരിച്ച് ഏറെക്കുറെ ഒരു മരവിച്ച അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ 1 അല്ല 2 ചായ കുടിക്കാൻ എനിക്ക് ആ കട പ്രചോദനമായി. നല്ല അടിപൊളി ക്രിസ്പി വലിയ പരിപ്പോടെയായിരുന്നു. എല്ലാത്തിനും 10 രൂപ വെച്ചേ ഉള്ളൂ എന്നുള്ളതായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. നമുക്ക് അതിൻ്റെ ഒരു കാഭാഗം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടോ ആ പരിപ്പോടെ അത്രയുണ്ട്, ബാക്കി അവിടെ വീണു പോയി കേട്ടോ. പിന്നെന്താ തിരിച്ചു പോന്നു. ഒരു 7:30 ആയപ്പോൾ വീടെത്തി. അത്രയേ ഉള്ളൂ.